നമ്മൾ ലീനിയർ ഓൾജിബ്രയിലെ ലീനിയർ ഇൻഡിപെൻഡൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ജോമെട്രിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലീനിയർ ഇൻഡിപെൻഡൻസ്. നമുക്ക് R2 R3 എന്ന് പറയുന്ന വെക്ടർ സ്പേസ് ഉണ്ട്. അതിലുള്ള ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെറ്റിൻ്റെ ഒരു ജോമെട്രിക് ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ പിക്ചർ നോക്കാം നിങ്ങൾ. ഇവിടെ ഒരു വെക്ടർ, അതായത് V1 V2 എന്ന് പറയുന്ന 2 വെക്ടർ വന്നിട്ടുണ്ട്. ആ 2 വെക്ടറിൻ്റെയും ഇനീഷ്യൽ പോയിൻറ്റ്സ് ഒറിജിനലാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഇനീഷ്യൽ പോയിൻറ്റ്സ് ഒറിജിനലാവുമ്പം ഈ V1 എന്ന് V2 എന്ന് പറയുന്ന വെക്ടർ V1ൻ്റെ സ്കെലാർ മൾട്ടിപ്പിൾ ആയിട്ടല്ലേ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒന്നിലേക്ക് തന്നെ പോകുന്നത് V1ൻ്റെ സ്കെലാർ മൾട്ടിപ്പിൾ ആണ് ശരിക്കും V2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മൾ ഇങ്ങനെ പറയുന്നത് R2ലുള്ള 2 വെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. എപ്പോഴാണ് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുന്നത്? അവയുടെ ഇനീഷ്യൽ പോയിൻറ്റ്സ് ഒറിജിൻ ആകുന്ന സമയത്ത് അതെന്തായിരിക്കണം? ഒരേ ലൈനിൽ കിടക്കാൻ പാടില്ല. ഒരേ ലൈനിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഈ ഒരു വെക്ടർ നോക്കുക, ഈ ഒരു പിക്ചർ നോക്കുക നിങ്ങൾ. ഇവിടെ ഇതിൻ്റെ ഇനീഷ്യൽ പോയിൻ്റ് V1ൻ്റെയും V2ൻ്റെയും ഇനീഷ്യൽ പോയിൻ്റ് ഒറിജിനലാണ്. അത് സെയിം ലൈനിലാണ് ലൈ ചെയ്യുന്നത്. സോ ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. സെയിം ലൈനിൽ വന്നു കഴിഞ്ഞാൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. സെയിം ലൈനിൽ അതായത് ഒറിജിൻ ഇനീഷ്യൽ പോയിൻ്റ് ആയിട്ട് നമ്മൾ 2 വെക്ടേഴ്സ് വരച്ചു കഴിഞ്ഞാൽ ആ 2 വെക്ടേഴ്സും ഒരേ ലൈനിലാണ് വന്നത് എങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഇനി ഒരു ലൈനിലല്ല വന്നതെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി അടുത്ത പിക്ചർ നോക്കുക, ലീനിയർലി ഡിപ്പെൻഡൻറ്റിൻ്റെ അടുത്ത പിക്ചർ നോക്കുക. ഇവിടെ നിങ്ങൾ എടുക്കുന്ന ഇവിടെ V1 V2 അല്ലേ? V1ൻ്റെ ഡയറക്ഷനും V2ൻ്റെ ഡയറക്ഷനും മാത്രമേ മാറ്റുള്ളൂ. ഈ വെക്ടർ ഒരു ലൈനിലാണ് കിടക്കുന്നത്. സോ ദിസ് ഓൾസോ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു ഒറിജിനിൽ നിന്ന് തുടങ്ങുന്ന 2 വെക്ടേഴ്സ് വന്നിട്ടുണ്ട്, V1 V2. ഇത് രണ്ടും കൂടെ നമുക്കൊരു ലൈൻ വരയ്ക്കാൻ പറ്റില്ലല്ലോ, V1ഉം V2ഉം കൂടെ. അപ്പോൾ V1ഉം V2ഉം ഡിഫറെൻറ്റ് ലൈൻസിലാണ് കിടക്കുന്നത്. സോ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇതാണ് ഇതിൻ്റെ ജോമെട്രിക് ഇൻ്റർപ്രിട്ടേഷൻ കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനിൽ കിടക്കും. ഒറിജിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഒരു ലൈനിലായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ഒന്ന് മറ്റൊന്നിൻ്റെ സ്കെലാർ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇനി R3യിലെ കേസാണ് നമ്മൾ പറയുന്നത്. R3യിൽ എന്താ പറയുന്നത്? നമുക്ക് R3യിലുള്ള വെക്ടേഴ്സ് എങ്ങനെയാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ നോക്കാം. ഓക്കെ, R3യിൽ നമ്മൾ 3 വെക്ടേഴ്സ് എടുത്തു. ഇവിടെ നമ്മൾ എടുക്കുന്നത് R2ലോ R3ലോ ഉള്ള 2 വെക്ടേഴ്സിൻ്റെ കാര്യമാണ് കേട്ടോ ഇവിടെ പറഞ്ഞത്. അത് R2ലാവാം R3ലാവാം, 2 വെക്ടേഴ്സാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് സെയിം ലൈനിൽ കിടന്നാൽ മതി. അങ്ങനെയെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഇവിടെ നമ്മൾ R3യുടെ കേസ് മാത്രമാണ് പറയുന്നത്. R3യിലെ 3 വെക്ടേഴ്സ് നമ്മൾ എടുക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും R2ൻ്റെ കേസ് പറയാത്തത്? ആലോചിച്ച് നോക്കുക കേട്ടോ. R3യിൽ 3 വെക്ടേഴ്സ് എടുക്കുക. 3 വെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യേണ്ട. ഒരു ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 3 വെക്ടേഴ്സ് ആണ് അവയെങ്കിൽ അവ എന്താവാൻ പാടില്ല? സെയിം പ്ലെയിനിൽ കിടക്കാൻ പാടില്ല. ഓക്കെ, സെയിം പ്ലെയിനിൽ കിടന്നു കഴിഞ്ഞാൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. സെയിം പ്ലെയിനിലല്ല എങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന V1 തന്നിട്ടുണ്ട്, V2 തന്നിട്ടുണ്ട്, V3 തന്നിട്ടുണ്ട്. നമുക്ക് ഒരേ പ്ലെയിനിലാണ് ഇത് കിടക്കുന്നത്. സോ ദിസ് ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഇവിടെ കണ്ടോ, V1 ഒരു പ്ലെയിനിലാണ് കിടക്കുന്നത്, V1 ഒരു പ്ലെയിനിലുണ്ട്, V2ഉം V3യും ഒരേ ലൈനിലും കൂടിയാണ്. സോ ദിസ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇത് 3ഉം നമുക്കിത് 3D ഡയമെൻഷനിൽ അറിയാത്തതുകൊണ്ടാണ് ഇത് ശരിക്കും V1 V2 V3 എന്ന് പറയുന്നത്. ഇത് കണ്ടോ, V1 V2 V3 എന്ന് പറയുന്നത് 3ഉം ഡിഫറെൻ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്.
ഇത്രയേ ഉള്ളൂ. നമ്മൾ 3 വെക്ടേഴ്സ് ഇൻ R3 3 വെക്ടേഴ്സ് ഇൻ R3 ആണ് പറയുന്നതെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ അതൊരു പ്ലെയിനിൽ കിടക്കാൻ പാടില്ല. ഓക്കെ, ഇതൊക്കെ നമ്മൾ എപ്പോഴാണ് പറയുന്നത്? ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 3 വെക്ടേഴ്സ് എടുത്തിട്ടാട്ടോ നമ്മളിത് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു തിയറമാണ് പറയാനുള്ളത്. ഇത് കുറച്ചൊരു നിങ്ങൾക്ക് ആ ജോമെട്രിക് ഇൻ്റർപ്രിറ്റേഷൻ വേണം എന്നുള്ളതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് ഇത് വരുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ജോമെട്രി വരുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, അതുകൊണ്ട് പറഞ്ഞാണ്. ഓക്കെ, ഇനി ആ തിയറം പറയാം.